guys, this is Jessina from MS Solutions. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? ഒരുപാട് മക്കളായി മിസ്സിന് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടും അല്ലാതെ ഒക്കെ ചോദിക്കുന്ന ഓൾ ഫോർമാറ്റ്സിൽ ഒരു വീഡിയോ സെറ്റ് ചെയ്യാവോ മിസ്സേ, ഒന്ന് ചെയ്തു തരുമോ എന്നല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഫുൾ ഫോർമാറ്റ് മിസ് സെറ്റാക്കി തരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ എക്സാമിന് ഡയറി, ലെറ്റർ, പട്കഥ, പോസ്റ്റർ ഇവയൊന്നും ഇല്ലാതെ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലേ? അപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യാണ്? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും എന്താണ്, ഏതൊക്കെ ഫോർമാറ്റ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്? ആദ്യം ഈ പട്കഥ അല്ലേ? ഈ പട്കഥ എന്താണ്? നമുക്ക് ഉറപ്പായിട്ടും വരുന്ന ചോദ്യമാണ്. എന്ത് ഈ പട്കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പട്കഥയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് തന്നെ കിട്ടും? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ട കാര്യം എന്താണ്? ദൃശ്യമാണ്. ഓക്കെ, ദൃശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സീൻ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഷ്ടപ്പെട്ട ഒരു നമ്പർ ചെയ്ത്, ഓക്കെ, സീൻ 1, 2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാം. ഓക്കെ, രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സ്ഥാനിലെ ഈ സ്ഥാനം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു പാരഗ്രാഫ് തരും അല്ലേ? നിങ്ങൾക്ക് ഏത് പാരഗ്രാഫ് ആണോ പട്കഥയാക്കി എഴുതേണ്ടത് ആ പാരഗ്രാഫ് എവിടെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബാസാറെന്നോ അല്ലെങ്കിൽ ഗർന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സ്ഥലം നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അതാണ് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് സ്ഥാനാണ്. ഓക്കെ, എവിടെയാണ് എന്നുള്ളത് ഒന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ മൂന്നാമതായിട്ട് സമയമാണ്. സമയം. അപ്പോൾ സമയം നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്ത് കൊടുക്കാം മക്കളെ? നോക്കടാ, സുബഹ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ദോപഹർ, ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ ഷാം, ഈവനിങ്, അല്ലെങ്കിൽ രാത്ത്. ഈ രീതിയിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്താൻ പറ്റും? സമയം ഏതാണ്, അതിൻ്റെ കൂടെ ഒരു ടൈം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കോമൺ ആയിട്ട് നിങ്ങൾ എന്താണ് ഈ സുബഹ്, ദോപഹർ, ഷാം എന്നുള്ളതൊന്ന് മനസ്സിൽ സെറ്റാക്കാം. അതാണ് നിങ്ങൾ മൂന്നാമതായി ചെയ്യേണ്ട സ്റ്റെപ്പ്. ഒന്നാമതായിട്ട് സീൻ ഏതാണ്, 1 ആണോ 2 ആണോ എന്ന് എഴുതുക. ദെൻ രണ്ടാമത്തത് സ്ഥാനാണ്. ആ ഒരു പാരഗ്രാഫിൽ തന്ന സംഭവം എവിടെയാണ് നടക്കുന്നത്? വീടാണെങ്കിൽ വീടെന്ന് എഴുതാം, ബാസാർ ആണെങ്കിൽ ബാസാർ എന്ന് എഴുതാം. അത് നിങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കി എഴുതാം. ദെൻ മൂന്നാമത്തത് സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് സുബഹ്, ദോപഹർ, അതുപോലെ ഷാം, രാത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ദെൻ അടുത്തത് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? പാത്രമാണ് അല്ലേ? ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ആ ചാപ്റ്റേഴ്സിൽ മുഴുവനായിട്ട്, അതായത് ഒരു ചാപ്റ്ററിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അവരുടെ പേരല്ല നിങ്ങൾ എഴുതേണ്ടത്, മറിച്ച് നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ തന്ന പാരഗ്രാഫിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണോ ഉള്ളത് അവരുടെ പേര് മാത്രം എഴുതാം. മാക്സിമം പോയ 2 ക്യാരക്ടേഴ്സ് ആണ് അതിലുണ്ടാവുക. അപ്പം നിങ്ങൾ എഴുതുന്നത് പാത്ര ഏക്ക്, അതുപോലെ പാത്ര ദോ അല്ലേ? അപ്പോൾ 2 ക്യാരക്ടേഴ്സിൻ്റെ പേര് നിങ്ങൾ എഴുതാം. അതിനുശേഷം എന്താണ്? ഈ ഉംറ്, വേഷഭൂഷ. ഉംറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉംറ് എന്ന് പറഞ്ഞാൽ ഏജാണ് അല്ലേ? ഏജാണ്. ദെൻ വേഷഭൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രസ്സിങ് ആണ്. ഓക്കെ, ഡ്രസ്സിങ് ആണ്. അപ്പം ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പാത്രത്തിൻ്റെ പേര് എഴുതുമ്പോൾ തന്നെ അവരുടെ കൂടെ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക? അവരുടെ കൂടെ അങ്ങോട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഈ പാത്രം, ഒന്നാമത്തെ പാത്രത്തിൻ്റെ പേര് നമ്മൾ അവിടെ എഴുതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര വയസ്സും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ എന്താ ഏകദേശം ഒരു വയസ്സ് അങ്ങ് കൊടുത്താൽ മതി. 40 സാലിനോ അല്ലെങ്കിൽ 50 സാലിനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വയസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം വേഷഭൂഷ. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന വേഷം ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് വേറെ ഡ്രസ്സായിരിക്കും, മുതിർന്നവർ വേറെ ആയിരിക്കും, സ്ത്രീകൾ വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് കൺഫ്യൂഷനാവും, ഏത് ഡ്രസ്സാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് എഴുതണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? എല്ലാവരും എന്താണ് ഇട്ടിരിക്കുന്നത്? സാധാരണ അല്ലേ? അതായത് സബ് സാധാരണ കപ്പട എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? എല്ലാവരും എന്താണ് സാധാരണ നോർമലി എന്താണ് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എന്താണ് ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സബ് സാധാരണ കപ്പടെ പെഹനെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു വേഷഭൂഷയ്ക്ക് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ ക്യാരക്ടറിൻ്റെ പേര് എഴുതാം. തന്നെ എന്താണ്? ഒരു 20 സാലോ, ഒരു 20 സാലിനോ അല്ലെങ്കിൽ ഒരു 50 സാലിനോ നിങ്ങൾക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് എന്താ? സബ് സാധാരണ കപ്പടെ പെഹനെ എന്ന് എഴുതാം. എല്ലാവരും എന്താണ് സാധാരണ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ പ്രത്യേകമായിട്ട് ഏത് ഡ്രസ്സാന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? വാതാവരണം, അതായത് അവിടെ എന്താണ് നടക്കുന്നത്,
എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് എല്ലാവരും എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എഴുതാം. അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ഇപ്പം നമ്മൾ ദില്ലി മ്യൂണിന്തയിലാണ്, ആ ഓട്ടോയിൽ കയറുന്ന കാര്യമാണെങ്കിൽ ആ ഓട്ടോയിൽ കയറാമെന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താണ്, ആ ഓട്ടോക്കാരൻ നമ്മുടെ ലേഖികയുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആ സംഭവം, അതായത് അത് ചോദ്യത്തിൽ കൃത്യമായിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ വാതാവരണം എന്ന് നിങ്ങൾ എഴുതണ്ട, ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതി വെക്കാം. പിന്നെ അതിന് ശേഷമാണ് എന്ത്, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ എഴുതേണ്ടത്. ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാത്ര ഏക്ക് ഒന്നാമത്തെ ക്യാരക്ടർ, അതുപോലെ രണ്ടാമത്തെ ക്യാരക്ടർ, ഇവർ രണ്ടുപേരും അറ്റ്ലീസ്റ്റ് ഒരു 3 ഡയലോഗെങ്കിലും എഴുതുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ പട്കഥയിൽ എഴുതാൻ. ഓക്കെ, ഒരു 3 അറ്റ്ലീസ്റ്റ് ചെറുതായിട്ട്, അതായത് ഏറ്റവും 3 എണ്ണം മതി എന്നല്ല ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ 3 എണ്ണെങ്കിലും എഴുതിയിരിക്കണം രണ്ടുപേരുടെയും ഡയലോഗ്. ഇതാണ് എന്ത്, നിങ്ങളുടെ പട്കഥയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പട്കഥയിൽ ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ദെൻ അടുത്തത് ഏതാണ്, പത്രയുടെ ലെറ്റർ എന്താണ്, ഉറപ്പായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ലെറ്റർ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നാലും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾ ഏത് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാലും ഇക്കാര്യം നിങ്ങൾ അതേപോലെ അങ്ങോട്ട് എഴുതി വെക്കാം. കാരണം ആ കണ്ടന്റ് മാത്രം നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി, ബാക്കി ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ആദ്യം തന്നെ നിങ്ങൾ ഒരു ബോക്സ് വരയ്ക്കും. ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരയ്ക്കൽ നിർബന്ധമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സ്ഥാൻ താരീഖ് എന്ന് എഴുതാം. നിങ്ങൾ സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഡേറ്റോ ഒന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, സ്ഥാൻ താരീഖ് എന്ന് നേരിട്ട് എഴുതിയാൽ മതി. ബോക്സ് വരയ്ക്കുന്നു, റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സ്ഥാൻ താരീഖ് എന്ന് കൊടുക്കുക. ദെൻ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് കൊടുക്കണം, സല്യൂട്ടേഷൻ, പ്രിയമിത്ര. ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അവരുടെ പേര് വേണമെങ്കിൽ എന്താ, അവരുടെ നെയിം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മെൻഷൻ ചെയ്യാം. പേര് വേണമെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് പ്രിയമിത്ര എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ സ്ഥാൻ താരീഖ് കൊടുത്തു, സല്യൂട്ടേഷൻ കൊടുത്തു, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കോമൺ ആയിട്ട് ഏത് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് മിസ് പറയുന്നത്. മിസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചോളൂ. നമുക്കറിയുന്ന ക്ലീശേ സാധനം തന്നെ എന്താടാ, തും കെസേ ഹോ മേ യഹാ കുശൽ സേ ഹും, നിനക്ക് സുഖമാണോ എനിക്ക് സുഖമാണ്. ദെൻ ഏക് ബാത് പത്താനേ കേ ലിയേ മേ യേ പത്ര ലിഖ്താ ഹും, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നതെന്ന് പറയാം. ഓക്കെ, ഏത് ചാപ്റ്റർ എന്ന് ചോദിച്ചാലും ഇങ്ങനെ തന്നെ നിങ്ങൾ തുടങ്ങിയാൽ മതി. ഇങ്ങനെയാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി, ഒരുപാട് വാരി വലിച്ച് എഴുതണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഈ ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യം എന്താണ്, വാപ്പസി പത്രക്ക് ഇന്തസാർമേ, മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു. അതായത് ആ ഒരു ലെറ്ററിന് ഒരു അവസാനം വേണം, അതൊന്ന് കൺക്ലൂഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്, വാപ്പസി പത്രക്ക് ഇന്തസാർമേ, മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു എന്ന് കൊടുക്കുക. ദെൻ സസ്നേഹ് വിത്ത് ലവ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സ്ഥാൻ താരീഖ് കൊടുത്തു, സല്യൂട്ടേഷൻ പ്രിയമിത്ര എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്തത്, നിനക്ക് സുഖമാണോ അല്ലെ, തും കേസേ ഹോ നമ്മൾ ചോദിച്ചു. അതിനുശേഷം ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ലെറ്റർ നമ്മൾ എഴുതുന്നു. then എങ്ങനെ അവസാനിപ്പിക്കുന്നത്, വാപ്പസി പത്രയ്ക്ക് ഇന്തസാർമേ എന്ന് കൊടുക്കുന്നു. സസ്നേഹ്, സസ്നേഹ് എന്ന് പറഞ്ഞാൽ എന്താടാ, വിത്ത് ലവ് അല്ലെ, വിത്ത് ലവ്, സ്നേഹത്തോടെ ആരാണ്. ദെൻ നമ്മൾ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് എന്താ എഴുതേണ്ടത്, ഫ്രം അഡ്രസ് ആണ്. എന്താണ് ഫ്രം അഡ്രസ്, ആരാണോ എഴുതുന്നത് അവരുടെ പേരാണ്. അപ്പോൾ തുമാരാ മിത്ര നാം ഹസ്താക്ഷർ എന്ന് കൊടുക്കുന്നു. ദെൻ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ നമ്മളൊരു ബോക്സ് വരയ്ക്കണം. ബോക്സ് വരച്ചിട്ട് സേവാമേ നാം പദ, പേരോ അഡ്രസ്സോ ഒന്നും നിങ്ങൾ എഴുതണ്ട, സേവാമേ നാം പദ എന്ന് മാത്രം എഴുതുക കേട്ടോ. അപ്പോൾ ഇതെന്താണ്, ടു അഡ്രസ്. ഇതാണ് എന്ത്, ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ലെറ്റർ ആയാലും മക്കളെ നിങ്ങൾ ഈ കാര്യം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. ദെൻ എന്താണ്, നിങ്ങൾക്ക് ആ കോണ്ടന്റ് നിങ്ങൾ എന്താണ് റിവിഷൻ, ഇന്നലത്തെ റിവിഷൻ ലൈവൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്താണ്, ആ നോട്ട്സിൽ ആ ക്യൂക്ക് റിവിഷൻ നോട്ട്സ് ഒക്കെ ഇല്ലേടാ, ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോണ്ടന്റ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിക്കുക, ലെറ്റർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ, ദെൻ അടുത്തത് ഏതാണ്, അടുത്തത് ഡയറിയാണ്. അടുത്തത് ഏതാണ്, ഡയറിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡയറിയിലും ഇതാണ് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്
യെസ്, ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് എഴുതണം? ആദ്യം തന്നെ ഡേറ്റ് കൊടുക്കാം. ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ താരീഖ് എന്ന് തന്നെ എഴുതാം. അതിനുശേഷം എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കാം. അപ്പം നമുക്കറിയാം, സന്തോഷമുള്ള കാര്യം പറഞ്ഞുകൊണ്ടും സങ്കടമുള്ള കാര്യം പറഞ്ഞുകൊണ്ടും ഡയറി എഴുതും. ഈ രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഡയറി എഴുതും. അപ്പം നമുക്ക് തന്ന സബ്ജക്റ്റിൽ, അതായത് നമുക്ക് തന്ന ചോദ്യത്തിൽ സന്തോഷമാണോ സങ്കടമാണോ എന്ന് ആദ്യം തിരിച്ചറിയണം. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡയറി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കണം? ആജ് മേരെ ലിയേ ഖുഷി ദിൻ താ. അപ്പൊ എന്താണ്? നമ്മൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ? നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണെങ്കിൽ എന്താണ്? നമുക്ക് ഖുഷി എന്ന് ആഡ് ചെയ്യാം. പക്ഷെ ഇത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? നമ്മൾ ദുഃഖി എന്ന് കൊടുക്കും. അപ്പം ആജ് മേരെ ലിയേ സന്തോഷമാണെങ്കിൽ ഖുഷി ദിൻ താ എന്നും സങ്കടമാണെങ്കിൽ ദുഃഖി ദിൻ താ എന്നും രണ്ടും ഒരുമിച്ച് എഴുതി വെക്കരുത്, ഏതെങ്കിലും ഒന്ന്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ആ കാര്യമാണ് നമ്മൾ ഡയറിയുടെ സബ്ജക്റ്റായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഡയറിയിൽ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ അത് എഴുതാം. തന്നെ എങ്ങനെ അവസാനിപ്പിക്കാൻ നോക്കണം? ആജ് കാ ദിൻ മേ കബി നഹി ഭൂലൂങ്ക. സന്തോഷമുള്ള കാര്യം നമ്മൾ മറക്കൂല, സങ്കടമുള്ള കാര്യം നമ്മൾ മറക്കൂല. അപ്പോൾ എന്താണ്? കോമൺ ആയിട്ട് ഏത് ഡയറിയിലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണിത്. അപ്പോൾ എങ്ങനെയാണ്? ആജ് കാ ദിൻ മേ കബി നഹി ഭൂലൂങ്ക. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് എഴുതുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഹസ്താക്ഷർ എന്ന് കൊടുക്കുന്നു. സൈൻ ചെയ്ത് വെക്കേണ്ട, ഹസ്താക്ഷരം എന്ന് എഴുതിയാൽ മതി. ക്ലിയർ? ഇത്രയും കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി? ഡയറിയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോസ്റ്റർ ആണ് അല്ലേ? അപ്പോൾ രണ്ട് രീതിയിലാണ് പോസ്റ്റർ തരാം. എന്തെങ്കിലും ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് അതിനെതിരായിട്ട് ഒരു പോസ്റ്റർ, അതായത് യുദ്ധത്തിനെതിരായിട്ടൊരു പോസ്റ്റർ എഴുതാൻ പറയും അല്ലേ? അതിന് നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, കുറച്ച് സെൻറ്റൻസ് അവിടെ എഴുതി വെച്ചാൽ മതി. രണ്ടാമത്, എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലേ, ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറയും. അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് പ്രോഗ്രാം എന്താണെന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ചോദ്യത്തിൽ വളരെ കൃത്യമായി തന്നിട്ടുണ്ടാവും, ഇന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ, അതായത് എന്താണ്, ഒന്നെങ്കിൽ സെമിനാർ നടക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു, എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ട് നിങ്ങളുടെ സ്കൂളിൽ, അത് കൃത്യമായിട്ട് ചോദ്യത്തിൽ തരും. അപ്പോൾ ആ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഒരു ബോക്സ് വരയ്ക്കാം. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ വലുതാക്കിയിട്ട് എന്ത് ചെയ്യാം? ഒരു ബോക്സ് വരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താലും മതി? ബോക്സ് വരച്ചാലും മതി. അപ്പോൾ ഇതുപോലെ ആദ്യം ബോക്സ് വരച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ എഴുതുക. കാര്യക്രമം എന്താണ്? അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സബ്ജക്റ്റ് അല്ലേ? ഇപ്പോൾ ഒരു സെമിനാർ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ? അതുപോലെ എന്തൊരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലിം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യത്തിലുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമതായിട്ട് എഴുതാം. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ് ആണ്. രണ്ടാമതായിട്ട് നമ്മൾ എഴുതേണ്ട കാര്യം ഡേറ്റ് ആണ്. ദെൻ അടുത്തത് സമയമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പട്കഥയുടെ കാര്യത്തിൽ കോമൺ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സമയങ്ങളാണ് എന്ത്? സുബഹ് 10 ബജെ എന്നൊക്കെ എഴുതി വയ്ക്കാം. സുബഹ് 10 ബജെ, ഇതിങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അടുത്തത് സ്ഥാൻ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ സ്കൂൾ എന്ന് കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? സ്കൂൾ സഭാഭവൻ എന്ന് കൊടുക്കാം. സ്കൂൾ സഭാഭവൻ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് സബ്കാ സ്വാഗതം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്ന് എഴുതുന്നു, സബ്ജക്റ്റ് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുക, ദെൻ ടൈം കൊടുക്കുന്നു, ദെൻ അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് പ്ലേസ് ആണ്, ദെൻ അതിനുശേഷം സബ്കാ സ്വാഗതം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളൊരു പോസ്റ്ററിൻ്റെ കാര്യത്തിൽ 4 മാർക്ക് നമുക്ക് സെറ്റാണ്. സിമ്പിളായിട്ട് ചോദ്യം ഒന്ന് കൃത്യമായിട്ട് വായിച്ചിട്ട് ഈ ഒരു മെത്തേഡ്, ഈ ഒരു പാറ്റേണിലേക്ക് ഈ സ്റ്റെപ്പ് യൂസ് ചെയ്ത് ഒന്ന് എഴുതിയാൽ മാത്രം മതി. നിങ്ങൾ എന്താണ് സ്വന്തമായിട്ട് ഒന്നും അവിടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, എല്ലാം ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. ഇതാണ് പോസ്റ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേടാ? ഒരു പോസ്റ്റർ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ന്യൂസ് റിപ്പോർട്ട് അല്ലേ? ന്യൂസ് റിപ്പോർട്ട് റെപ്പട്ട് അല്ലെങ്കിൽ എന്താ സമാചാർ എന്നുള്ള രീതിയിലും ചോദിക്കും. സമാചാർ എന്നുള്ള രീതിയിൽ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു തലക്കെട്ട്, ഒരു ഹെഡിങ് കൊടുക്കണം. ഓക്കെ, നമുക്ക് തന്ന സബ്ജക്റ്റുമായിട്ടുള്ള ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം സ്ഥലം കൊടുക്കുക. ഒരു ഹെഡിങ്, അതായത് നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് A to Z കാര്യങ്ങൾ വായിക്കാറില്ല അല്ലേ? നമ്മൾ ആ ഹെഡിങ് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും താഴോട്ട് എന്താണ് പറയുന്നതെന്ന് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ നമ്മൾ ആ
ഹെഡിങ് വായിക്കും, അല്ലാതെ നമ്മൾ മുഴുവനായിരുന്നു വായിക്കില്ല. അപ്പോൾ നമുക്ക് തന്നത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണോ നമ്മൾ പത്രവാർത്ത തയ്യാറാക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അട്രാക്റ്റീവ് ഹെഡിങ് ആണ്, അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹെഡിങ് അല്ല. ഓക്കെ, അതിന് ശേഷം നമ്മൾ എഴുതേണ്ടത് സ്ഥാൻ, ഏതെങ്കിലും ഡൽഹിന്നോ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വയ്ക്കും. നിങ്ങളുടെ സ്ഥലം ഒന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്, എഴുതി വെക്കരുത്. ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ എന്താ ഈ റപ്പട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, ചരിത്രകഥ ടിപ്പണി അല്ലേ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് നമുക്ക് വരും. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്, എന്താണ്, ഡാഷ് കി മഷഹൂർ കഹാനി ഡാഷ് का मुख्य पात्र है डैश എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കവിയുടെ പേര് കൊടുക്കുക. കവിയുടെ പേര്, ഇന്ന കവിയുടെ മഷഹൂർ കഹാനി ഫേമസ് കഹാനി ആയിട്ടുള്ള, അതായത് പാഠത്തിൻ്റെ പേര് കൊടുക്കുക, പാഠത്തിൻ്റെ പേര്. ഓക്കെ, അപ്പം ഇന്ന കവിയുടെ ഫേമസ് കഹാനി ആയിട്ടുള്ള ആ കഹാനിയുടെ പാഠത്തിൻ്റെ പേര് കൊടുക്കുക. ഇതിലെ മുഖ്യ പാത്ര പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ആര്, എന്ത്, ആ കഥാപാത്രത്തിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏതാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും ഈ രീതിയിലാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ദെൻ അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞത് ആ രീതിയിൽ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ആദ്യം കവിയുടെ പേര് എഴുതുക. അപ്പോൾ പിന്നെ കവിയുടെ മഷഹൂർ കഹാനി ആയിട്ടുള്ള ചാപ്റ്ററിൻ്റെ പേര് കൊടുക്കുക. then അതിനുശേഷം അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ആര്, ആ ക്യാരക്ടറിൻ്റെ പേര് കൊടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാരക്ടർ സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെറ്റല്ലേടാ, സെറ്റല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ ചെയ്യേണ്ടത്. ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് എഴുതിയ ആളുടെ പേര് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. അങ്ങനെ ക്യാരക്ടർ സ്കെച്ച് തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടിപ്പണി അല്ലേ. ടിപ്പണി അല്ലെങ്കിൽ എന്താണ്, ആശയം അല്ലേ, നമ്മുടെ കവിതയുടെ ആശയം. ഇതിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരാശയം എഴുതുന്ന സമയത്ത് ഇത്രയും സ്റ്റെപ്പ് വേണം. ഓക്കെ, നിങ്ങൾക്കൊരു കവിതയുടെ ആശയം ഉറപ്പായിട്ടും ചോദിക്കുമല്ലോ അല്ലേ. അപ്പോൾ ആ കവിതയുടെ ആശയം എഴുതുന്ന സമയത്ത് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ സ്റ്റെപ്പ് അതിൽ ഉൾപ്പെടുത്താം. ഫസ്റ്റ് ശീർഷക്, ഹെഡിങ്, അവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ആ ഒരു കവിതയുടെ പേര് തന്നെ നിങ്ങൾ കൊടുത്താൽ മതി. കവിതയുടെ പേരായിട്ട് തന്നെ എഴുതി കൊടുക്കുക. ഹെഡിങ് നിങ്ങൾ വേറെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, കവിതയുടെ പേര് കൊടുക്കുക. അതിനുശേഷം കവിക പരിചയം എന്ത് ചെയ്യണം, കവിയുടെ അല്ലേ, കവിയുടെ പേര് കൊടുക്കുക. ഇന്ന കവിയുടെ കവിതാക്ക പരിചയ്, അതായത് കവിതയുടെ പേര്, കവിതയുടെ പേര്. അതിനുശേഷം വരികളുടെ വിശേഷത. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കവിതയുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഹെഡിങ് ആണ് കേട്ടോ. ഹെഡിങ് ആയിട്ട് നമ്മൾ കവിതയുടെ പേര് തന്നെ കൊടുത്താൽ മതി. നിങ്ങൾ വേറെ പേരൊന്നും നിങ്ങൾ ആലോചിച്ച് തപ്പി അവിടെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, 3 പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതും. അപ്പോൾ ആദ്യത്തിൽ എന്താണ്, നമ്മൾ കവിതയുടെ പേരും കവിയുടെ പേരും, ഇന്ന കവിയുടെ പ്രശസ്ത കവിതയാണ് ഇത്, ഏക് തിൻക എന്നുള്ള രീതിയിൽ ഏത് കവിതയാണോ ആ കവിതയുടെ പേര് കൊടുക്കുക. ദെൻ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ആ വരികളിൽ പറയുന്നത്, കവി കഹത്തെ ഹേക്കി, കവി കഹത്തെ ഹേക്കി, കവി എന്താണ് പറയുന്നത് എന്നുള്ള രീതിയിൽ തുടങ്ങുക. അതിനുശേഷം എന്താണ്, ആ കവിത എന്ത് തരുന്നുണ്ടാവും, ഒരു മെസ്സേജ് തരുന്നുണ്ടാവും. ആ മെസ്സേജാണ് നിങ്ങൾ അവസാനമായിട്ട് എഴുതേണ്ടത്. ഇത്രയും കാര്യമാണ് ഒരു കവിതയുടെ ആശയത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. 3 പാരഗ്രാഫായിട്ട് എഴുതാം. ആദ്യത്തിൽ കവിതയുടെ പേരും കവിയെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ കവിതയുടെ വരികളിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ദെൻ മൂന്നാമതായിട്ട് ആ കവിത നമുക്ക് തരുന്ന മെസ്സേജ്. ആ രീതിയിലാണ് നമ്മൾ കവിതയുടെ ആശയം പൂർത്തിയാക്കുന്നത്. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വരാൻ സാധ്യതയുള്ള മുഴുവൻ ഫോർമാറ്റും സെറ്റാക്കിയിട്ടുണ്ട്. ഇത് പഠിച്ചേക്കണേ മക്കളെ. പകുതി മാർക്ക് നിങ്ങൾക്ക് സെറ്റാണ്. ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ റിവിഷൻ നോട്ട്സ് ഒക്കെ വെച്ചിട്ട് 2-3 സെൻറ്റൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യെസ്, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക, ഈ എന്തൊക്കെ വരുന്നുണ്ടെന്ന് എപ്പോഴും ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ பார்க்கலாம்.